നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ നേരിട്ടറിയിച്ച് മുഖ്യമന്ത്രിയും ഗവർണറും. കേരള ചിക്കൻ മുഴുവൻ ജില്ലകളിലേക്കും. വാർഷിക വിറ്റുവരവ് 100 കോടി കടക്കും. ലഹരി വലകൾ തകർക്കാം, ഗോളടിച്ചു തുടങ്ങാം. കോളേജുകളിൽ ബോധവൽക്കരണ യാത്ര തുടങ്ങി. കടൽമണൽ ഖനന തീരുമാനം ശാസ്ത്രീയ പഠനങ്ങൾക്കും ജനകീയ വിലയിരുത്തലുകൾക്കും ശേഷം മാത്രം മതിയെന്ന് പരിഷത്ത്. വയനാട് പുനരധിവാസം. എയിംസ് ആവശ്യങ്ങൾ നിർമ്മല സീതാരാമനെ നേരിട്ടറിയിച്ച് സംസ്ഥാന സർക്കാർ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവും എയിംസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ നേരിട്ടറിയിച്ച് സംസ്ഥാന സർക്കാർ. ഡൽഹി കേരള ഹൗസിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയത്. രാവിലെ 9 മണിയോടെയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരള ഹൗസിൽ എത്തിയത്. പ്രഭാത ഭക്ഷണത്തിന് ശേഷമാണ് കേരളത്തിന്റെ ആവശ്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ച നടന്നത്. 45 മിനിറ്റ് നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ അരമണിക്കൂറോളം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും പങ്കെടുത്തു. പ്രൊഫസർ കെ.വി. തോമസും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ. ജയതിലകും ചർച്ചയുടെ ഭാഗമായി. വയനാട് പുനരധിവാസത്തിനുള്ള വായ്പാ വിനിയോഗ കാലാവധി നീട്ടി നൽകുന്നത്, വിഴിഞ്ഞം തുറമുഖം, വായ്പാ പരിധി, എയിംസ് തുടങ്ങിയവ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. കേരള ചിക്കൻ സംസ്ഥാനത്തെ 3 ജില്ലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനൊരുങ്ങി കുടുംബശ്രീ. നിലവിൽ 11 ജില്ലകളിലാണ് പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. വയനാട്, ഇടുക്കി, കാസർഗോഡ് ജില്ലകളിൽ കൂടി ഏപ്രിൽ-മെയ് മാസത്തോടെ പദ്ധതി നടപ്പാക്കും. ഇതോടെ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. കണ്ണൂരിൽ അടുത്തിടെയാണ് പദ്ധതി ആരംഭിച്ചത്. 2019 കേരള ചിക്കൻ പദ്ധതി ആരംഭിച്ചത്. ഇതുവരെയായി മൊത്തം 350 കോടി രൂപയുടെ വിറ്റുവരവാണ് പദ്ധതി വഴി കുടുംബശ്രീ നേടിയത്. ഈ സാമ്പത്തിക വർഷം അവസാനത്തോടെ വാർഷിക വിറ്റുവരവ് 100 കോടി രൂപ കടക്കുമെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. ഇതാദ്യമായാണ് വിറ്റുവരവ് 100 കോടി രൂപയിലേക്ക് എത്തുന്നത്. നടപ്പു സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ 95 കോടി രൂപയുടെ വിറ്റുവരവാണ് നേടിയത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മൊത്തം വിറ്റുവരവ് 91 കോടി രൂപയായിരുന്നു. പദ്ധതി ആരംഭിച്ചിട്ടുള്ള 11 ജില്ലകളിലുമായി മൊത്തം 140 ഔട്ട്ലെറ്റുകളാണ് ഇതുവരെ ആരംഭിച്ചിട്ടുള്ളത്. 446 ഫാമുകളുണ്ട്. 3 ജില്ലകളിൽ കൂടി കേരള ചിക്കൻ നടപ്പാക്കുന്നതോടെ ഔട്ട്ലെറ്റുകളുടെയും എണ്ണം കൂടും. 13 ലക്ഷത്തോളം കോഴിക്കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ശേഷിയാണ് ഫാമുകൾക്കുള്ളത്. കുടുംബശ്രീ അംഗങ്ങളാണ് ഫാമുകളും ഔട്ട്ലെറ്റുകളും നടത്തുന്നത്. കുടുംബശ്രീയിൽ അംഗങ്ങളായിട്ടുള്ള 700ഓളം വനിതകളാണ് പദ്ധതിയിൽ ഗുണഭോക്താക്കളായിട്ടുള്ളത്. സംസ്ഥാനത്ത് ഏതാണ്ട് 2500 ടണ്ണോളം കോഴി വിൽപ്പന ഉണ്ടെന്നാണ് ഏകദേശ കണക്ക്. പ്രതിദിനം ശരാശരി 50 ടൺ ചിക്കൻ വിൽപ്പന കേരള ചിക്കൻ ഔട്ട്ലെറ്റുകൾ വഴി സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. കൂടുതൽ വിൽപ്പന നടക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോട്ടയമാണ് വിൽപ്പനയിൽ 2ാം സ്ഥാനത്ത്. വിപണി വിലയേക്കാൾ 10% വിലക്കിഴിവിലാണ് കേരള ചിക്കൻ വിൽക്കുന്നത്. ചൊവ്വാഴ്ച കേരള ചിക്കന് കോഴിക്കോട്ടും കോട്ടയത്തും 105 രൂപയും കൊച്ചിയിൽ 103 രൂപയുമാണ് വില. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ബാലസാഹിത്യ പുരസ്കാരം 2024 പ്രഖ്യാപിച്ചു. മലയാള ബാലസാഹിത്യത്തിനു മികച്ച സംഭാവനകൾ നൽകുന്ന വിവിധ മേഖലകളിലുള്ളവരെ അംഗീകരിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ടാണ് പുരസ്കാരങ്ങൾ നൽകി വരുന്നത്. പുരസ്കാര ജേതാക്കളെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിച്ചു. വ്യത്യസ്ത വിഭാഗങ്ങളിലായി 7 പേർ പുരസ്കാരങ്ങൾക്ക് അർഹരായി. കഥാ നോവൽ വിഭാഗത്തിൽ വിമീഷ് മണിയൂർ, കവിതാ വിഭാഗത്തിൽ പ്രേമജ ഹരീന്ദ്രൻ, വൈജ്ഞാനിക വിഭാഗത്തിൽ ഡോക്ടർ ബി പത്മകുമാർ, ശാസ്ത്ര വിഭാഗത്തിൽ പ്രഭാവതി മേനോൻ, ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ ഡോക്ടർ നെത്തൂർ ഹരികൃഷ്ണൻ, വിവർത്തനം പുനരാഖ്യാനം വിഭാഗത്തിൽ ഡോക്ടർ സംഗീത ചേനമ്പുള്ളി, നാടക വിഭാഗത്തിൽ ഹാജറ കെ.എം എന്നിവർ പുരസ്കാരത്തിന് അർഹരായി. 20,000 രൂപയും പ്രശസ്തി പത്രവും മൊമന്റോയും അടങ്ങുന്നതാണ് പുരസ്കാരം. പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്ന തീയതി പിന്നീട് അറിയിക്കും. പുരസ്കാരം പ്രഖ്യാപിച്ച പത്രസമ്മേളനത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പള്ളിയറ ശ്രീധരൻ പങ്കെടുത്തു. ലഹരിക്കെതിരായ പ്രചാരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്യാമ്പസുകളിൽ ലഹരി വിരുദ്ധ യാത്രയ്ക്കും ബോധവൽക്കരണ ക്ലാസിനും തുടക്കമായി. എക്സൈസ് വകുപ്പുമായി ചേർന്ന് നടത്തുന്ന പരിപാടി കല്യാശ്ശേരി ആംസ്റ്റർ കോളേജിൽ കണ്ണൂർ സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ടി.കെ. രത്നകുമാർ ഉദ്ഘാടനം ചെയ്തു.
ലഹരിയെ അകറ്റി നിർത്താനുള്ള ആർജവമാണ് യുവത കാണിക്കേണ്ടതെന്നും സമൂഹത്തെക്കുറിച്ച് ബോധമുള്ളവർ ആരും ലഹരി ഉപയോഗിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷാജിർ അധ്യക്ഷനായി. റിട്ടയർഡ് എക്സൈസ് ഓഫീസർ എം രാജീവൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ലഹരിക്കെതിരായ പ്രചാരണങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ ലഘുലേഖ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി വിമല പ്രകാശനം ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികൾക്കായി ഗോളടി മത്സരവും സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെ ഗോളടിക്കാം, ക്യാമ്പസിൽ നിന്ന് തുടങ്ങാം എന്ന സന്ദേശവുമായി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 7 കോളേജുകളിലാണ് ലഹരി വിരുദ്ധ യാത്രയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കുന്നത്. ആദ്യ ദിവസം കല്യാശ്ശേരി ആംസ്റ്റർ കോളേജ്, കല്യാശ്ശേരി കെ നായനാർ മോഡൽ പോളിടെക്നിക്, കണ്ണപുരം കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നീ ക്യാമ്പസുകളിലാണ് ലഹരി വിരുദ്ധ യാത്ര നടത്തിയത്. വ്യാഴാഴ്ച മാടായി കോളേജ്, നെരുവമ്പ്രം IHRD കോളേജ്, പ്ലാത്തറ സെന്റ് ജോസഫ് കോളേജ്, പ്ലാത്തറ കോഓപ്പറേറ്റീവ് കോളേജ് എന്നിവിടങ്ങളിൽ ലഹരി വിരുദ്ധ യാത്ര സംഘടിപ്പിക്കും. കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ബാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രേമ സുരേന്ദ്രൻ, സെക്രട്ടറി കെ സുനിൽകുമാർ, ആംസ്റ്റർ കോളേജ് ചെയർമാൻ MV രാജൻ, ബ്ലോക്ക് ജോയിന്റ് BDO ഷുക്കൂർ മുണ്ടയാട്ട്, കിഴക്കേപുരയിൽ എന്നിവർ സംസാരിച്ചു. വിജ്ഞാന കേരളം തൊഴിൽദായക പദ്ധതി ജില്ലാതല റിസോഴ്സ് പേഴ്സൺമാർക്കായി സംഘടിപ്പിച്ച ജില്ലാതല ശില്പശാലയിൽ വിജ്ഞാന കേരളം മുഖ്യ ഉപദേഷ്ടാവ് ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകി. വിജ്ഞാന കേരളം, സമ്പദ് വ്യവസ്ഥ, നൈപുണ്യ വികസന ക്യാമ്പയിൻ എന്നീ വിഷയങ്ങളിൽ അദ്ദേഹം ക്ലാസ് എടുത്തു. ശില്പശാല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച വിജ്ഞാന കേരളം പദ്ധതിക്ക് KDISC സാങ്കേതിക സഹായം നൽകുന്നത്. നൂതന സാങ്കേതിക വിദ്യകളെ അടിസ്ഥാനമാക്കി സ്റ്റാർട്ടപ്പുകൾ വഴി വൈജ്ഞാനിക വ്യവസായങ്ങൾക്ക് അന്തരീക്ഷമൊരുക്കലും പദ്ധതിയുടെ ഭാഗമാണ്. DWMS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയാണ് ഇതിലെ ആദ്യപടി. പരിശീലനം ലഭിച്ച റിസോഴ്സ് പേഴ്സൺമാർ ഇതിന് മുൻകൈയെടുക്കും. തുടർന്ന് ജോബ് സ്റ്റേഷൻ മുഖേന തൊഴിലന്വേഷകരെ തൊഴിൽ ദാതാക്കളുമായി ബന്ധിപ്പിക്കും. 17 ലക്ഷത്തോളം പേർ ഇതിനകം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അക്കാദമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവർക്ക് തൊഴിലിന് അനുയോജ്യമായ നൈപുണ്യ പരിശീലനം നൽകുകയെന്നതും പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴിയാണ് നൈപുണ്യ പരിശീലനങ്ങൾ സംഘടിപ്പിക്കുന്നത്. DPC ഹാളിൽ നടന്ന ശില്പശാലയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ TJ അരുൺ അധ്യക്ഷനായി. ഡിജിറ്റൽ വർക്ക് സ്പേസ് മാനേജ്മെന്റ് സിസ്റ്റം സംബന്ധിച്ച് KDISC പ്രോഗ്രാം മാനേജർ CB അക്ബർ അലിയും കണക്റ്റിംഗ് തളിപ്പറമ്പ് കോർഡിനേറ്റർ ലിഷ ബിനോയും ക്ലാസ് എടുത്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ M സുർജിത്ത്, കില ജില്ലാ ഫെസിലിറ്റേറ്റർ PV രത്നാകരൻ, KDISC DPM GP സൗമ്യ എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ എല്ലാ ബ്ലോക്കുകളിൽ നിന്നുമായി 180-ലധികം പേർ പരിശീലനത്തിൽ പങ്കെടുത്തു. കടൽ മണൽ ഖനന തീരുമാനം ശാസ്ത്രീയ പഠനങ്ങൾക്കും ജനകീയ വിലയിരുത്തലുകൾക്കും ശേഷം മാത്രം മതിയെന്ന് പരിഷത്ത്. കേന്ദ്ര സർക്കാർ ബ്ലൂ എക്കോണമി നയത്തിൻ്റെ ഭാഗമായി കൊല്ലം തീരക്കടലിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന മണൽ ഖനനം കേരളത്തിൻ്റെ തീരപ്രദേശത്തെ വീണ്ടും അശാന്തമാക്കിയിരിക്കുന്നു. നിർമ്മാണ ആവശ്യങ്ങൾക്കുള്ള 300 ദശലക്ഷം ടണ്ണിനടുത്ത് മണൽ ശേഖരം ഇവിടെയുണ്ടെന്നാണ് കണക്ക്. ആലപ്പുഴ, ചാവക്കാട്, പൊന്നാനി തുടങ്ങിയ തീരക്കടൽ മേഖലകളിലും മണൽ ശേഖരമുണ്ട്. മൈനിങ് മന്ത്രാലയം നൽകുന്ന വിവരമനുസരിച്ച് തീരത്തു നിന്നും 27 മുതൽ 33 വരെ കിലോമീറ്റർ പരിധിയിലുള്ള 242 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് അടിത്തട്ടിൽ നിന്ന് 1.5 മീറ്റർ ആഴം വരെയുള്ള മണൽ ശേഖരം ഖനനം ചെയ്യും. ഇത് ആഭ്യന്തര ഉപയോഗത്തിനോ കയറ്റുമതിക്കോ എന്ന് വ്യക്തമല്ല. ഇങ്ങനെ ലഭിക്കുന്ന മണലിൻ്റെ വിലയും വ്യക്തമല്ല. ഖനനാവകാശം ലേലത്തിലൂടെ സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കാനും ഖനന കാലാവധി 50 വർഷം വരെ നൽകാനും 2023 വരുത്തിയ നിയമ ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാരിന് അധികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഖനനത്തിൻ്റെ സാങ്കേതികവിദ്യയും അതിലെ വിദേശ പങ്കാളിത്തവും ഖനന കാലയളവും ഇപ്പോഴും സർക്കാർ രഹസ്യമാണ്. ലാഭേച്ഛയോടെ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് ഖനനാനുമതി നൽകിയാൽ പാരിസ്ഥിതികവും സാമൂഹികവുമായ നീതി ഉറപ്പാക്കുമെന്ന് കരുതാനാവില്ല. സമുദ്രജലത്തിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന മണൽ ശേഖരിക്കാൻ എത്ര ശുദ്ധജലം വേണ്ടിവരുമെന്നോ അത് എവിടെ നിന്ന് ശേഖരിക്കുമെന്നോ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടില്ല. നിർദ്ദിഷ്ട ഖനനം കടൽത്തീരത്തിൻ്റെ സുസ്ഥിരതയെ എങ്ങനെയെല്ലാം ബാധിക്കും എന്നും അറിയില്ല. ഇത് കേരളതീരത്തെ കൂടുതൽ ദുർബലമാക്കും. ഖനനം സംസ്ഥാന തീരത്തോ കേന്ദ്രാധികാര മേഖലയിലോ എന്നതല്ല, ഖനനം സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക സാമൂഹ്യ പ്രത്യാഘാതങ്ങളാണ് ചർച്ചയിൽ വരേണ്ടത്. ആയതിനാൽ ഖനന നടപടിക്രമങ്ങൾ, കാലയളവ്, ഉൽപ്പാദിപ്പിക്കുന്ന മണലിൻ്റെ ഉപഭോക്താവ്, വില എന്നിവ അടിയന്തരമായി പരസ്യപ്പെടുത്തണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആവശ്യപ്പെട്ടു. പഠനോത്സവങ്ങളുടെ പ്രദർശന മികവിൽ ജില്ലാതല പഠനോത്സവം. കുട്ടികൾ തയ്യാറാക്കിയ പഠനോത്സവങ്ങളുടെ പ്രദർശനം കൊണ്ട് ശ്രദ്ധേയമായി കണ്ണൂർ ഗവൺമെൻറ് മോഡൽ UP സ്കൂൾ സംഘടിപ്പിച്ച ജില്ലാതല പഠനോത്സവം പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സമഗ്ര ശിക്ഷ കണ്ണൂരിൻ്റെയും ആഭിമുഖ്യത്തിൽ നടത്തിയ പഠനോത്സവം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു.
1 മുതൽ 7 വരെ ക്ലാസ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വിവിധ വിഷയങ്ങളുള്ള അവതരണങ്ങളാണ് പഠനോത്സവത്തിൻ്റെ ഭാഗമായി നടന്നത്. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു വളിയാവൂർ അധ്യക്ഷനായി. കൗൺസിലർ അഡ്വക്കേറ്റ് പി കെ അൻവർ കുട്ടികൾ തയ്യാറാക്കിയ പതിപ്പുകൾ പ്രകാശനം ചെയ്തു. സമഗ്ര ശിക്ഷ കണ്ണൂർ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ EC വിനോദ് പദ്ധതി വിശദീകരിച്ചു. വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ AS ബിജേഷ്, ഡയറ്റ് പ്രിൻസിപ്പൽ VP പ്രേമരാജൻ, ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി, കണ്ണൂർ നോർത്ത് AEO OC പ്രസന്നകുമാരി, പ്രിൻസിപ്പൽ ഇൻചാർജ് KV അഞ്ജന, SRG കൺവീനർ ER നിർമ്മല, BRC ട്രെയിനർ M ഉനൈസ്, PTA വൈസ് പ്രസിഡന്റ് മഹ്റൂഫ് എന്നിവർ സംസാരിച്ചു. ബിരുദം നേടിയവരെ ആദരിച്ചു. സാക്ഷരതാ മിഷനിലൂടെ 10ാം തലവും ഹയർ സെക്കൻഡറി തുല്യതയും പാസ്സായ ശേഷം ഉന്നത ബിരുദം കരസ്ഥമാക്കിയ ഷംസുദ്ദീൻ തൈക്കണ്ടിയെയും ജനകീയാസനത്തിൽ MA 1ാം റാങ്കും നേടിയ സാക്ഷരതാ മിഷൻ റിസോഴ്സ് പേഴ്സൺ KK രവി മാസ്റ്ററെയും അനുമോദിച്ചു. ജില്ലാ സാക്ഷരതാ മിഷൻ്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ജേതാക്കൾക്ക് ഉപഹാരം നൽകി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി. ഷംസുദ്ദീൻ തൈക്കണ്ടി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിൽ നിന്ന് മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. തളിപ്പറമ്പ് കില ക്യാമ്പസിൽ നിന്നാണ് KK രവി മാസ്റ്റർ ജനകീയാസനത്തിൽ MA പൂർത്തിയാക്കിയത്. സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷാജു ജോൺ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ TV ശ്രീജൻ, ജില്ലാ റിസോഴ്സ് പേഴ്സൺ VRV ഏഴം, K കുര്യാക്കോസ് എന്നിവർ സംസാരിച്ചു. സ്ഥിതി വിവരക്കണക്ക് ഏകദിന ശില്പശാല നടത്തി. സംസ്ഥാന സ്റ്റാറ്റിക്സ് കമ്മീഷൻ സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളും പ്രാദേശിക സ്ഥിതി വിവരക്കണക്കുകളും എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കമ്മീഷൻ ചെയർമാൻ PC മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഫീൽഡ് സന്ദർശനത്തിലെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് മനസ്സിലാക്കാൻ സർക്കാരിനെ അറിയിക്കുകയും വേണ്ട മാറ്റങ്ങൾ നിർദ്ദേശിക്കുകയുമാണ് ശില്പശാലയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. വാർഷിക വ്യാവസായിക സർവേ 2021 പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. ജില്ലാ പോലീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിൽ നടന്ന ശില്പശാലയിൽ സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പ് ഡയറക്ടർ B ശ്രീകുമാർ അധ്യക്ഷനായി. അഡീഷണൽ ഡയറക്ടർ TV വിനോദൻ, കണ്ണൂർ ഡെപ്യൂട്ടി ഡയറക്ടർ EV പ്രേമരാജൻ, റിസർച്ച് ഓഫീസർ P ശ്രീഷ്മ, അഡീഷണൽ ജില്ലാ ഓഫീസർ P സുനിൽകുമാർ എന്നിവർ ക്ലാസ് എടുത്തു. തലശ്ശേരി താലൂക്ക് സ്റ്റാറ്റിക്കൽ ഓഫീസർ താലൂക്ക് തല പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു. ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നൈനോച്ച് മേപ്പടിയത്ത്, തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ TJ അരുൺ, ഡെപ്യൂട്ടി ഡയറക്ടർ PM ധനീഷ്, സാമ്പത്തിക വിവരക്കണക്ക് ജില്ലാ ഓഫീസർ CK സോമസുന്ദരൻ, ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ P ഷീന, സ്റ്റാറ്റിക്കൽ കമ്മീഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ PN രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. തലശ്ശേരി, തളിപ്പറമ്പ്, കണ്ണൂർ സ്റ്റാറ്റിക്കൽ വകുപ്പ് ജീവനക്കാർ ഉൾപ്പെടെ 170-ലധികം പേർ പങ്കെടുത്തു. താമസിക്കുന്ന സ്ത്രീകൾക്ക് പരിരക്ഷ ഉറപ്പാക്കണം വനിതാ കമ്മീഷൻ. ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്ന സ്ത്രീകളുടെ പരിരക്ഷ ഉറപ്പാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇടപെടൽ നടത്തണമെന്ന് കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P സതീദേവി പറഞ്ഞു. വനിതാ കമ്മീഷൻ ജില്ലാതല അദാലത്തിന് ശേഷം കളക്ട്രേറ്റിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായമുള്ളവരെ, വിധവയോ വിവാഹിതയോ ആയ സ്ത്രീകൾ സ്വത്തിൻ്റെ പേരിലും മറ്റും പലവിധ ചൂഷണങ്ങൾക്ക് ഇരയാകുന്നു. മുതിർന്ന സ്ത്രീകൾക്ക് വൈകാരികമായി ബന്ധമുള്ള കാര്യങ്ങളാവും ശല്യപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത്. അവർ വലിയ മാനസിക സംഘർഷം നേരിടുന്നത്. മോശം അനുഭവം ഉണ്ടാകുന്ന ഇത്തരം പരാതികൾ കൂടി വരികയാണ്. ഇതിനെതിരെ വാർഡ് തല ജാഗ്രതാ സമിതികൾ ശക്തമായ ഇടപെടൽ നടത്തണമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. എയ്ഡഡ് അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് നിയമനം നടത്തണമെന്നും ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് കർശന നടപടി സ്വീകരിക്കണമെന്നും അവർ നിർദ്ദേശിച്ചു. കളക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന വനിതാ കമ്മീഷൻ ജില്ലാതല സെറ്റിംഗിൽ പരിഗണിച്ച 51 പരാതികളിൽ 9 എണ്ണം തീർപ്പാക്കി. 7 പരാതികളിൽ പോലീസിൻ്റെ റിപ്പോർട്ട് തേടി. 2 പരാതികൾ ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ടിനായും മറ്റ് 2 പരാതികൾ DLCക്കും കൈമാറി. 31 പരാതികൾ അടുത്ത സെറ്റിംഗിൽ പരിഗണിക്കും. പുതുതായി 1 പരാതി ലഭിച്ചു. വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P സതീദേവി, അഡ്വക്കേറ്റ് P കുഞ്ഞായിഷു, അഡ്വക്കേറ്റ് ചിത്ര ശശിധരൻ, അഡ്വക്കേറ്റ് KP ഷിമ്മി, കൗൺസിലർ അശ്വതി രമേശൻ, വനിതാ സെൽ ASI K ഷീബ, കണ്ണൂർ ടൗൺ CPO MV ഷിജി, കണ്ണൂർ ടൗൺ ASI വിനയൻ എന്നിവർ പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.